പടം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കേണ്ട പടമാണ് ഇത്. ഒരു അടിപൊളി സൂപ്പർ. ഒരു ഭർത്താവ് അനുഭവിക്കുന്ന നല്ലൊരു ഭർത്താവ് ആണ്. നല്ല അടിപൊളി സൂപ്പർ. ധ്യാൻ്റെ അഭിനയം അടിപൊളി. കുഴപ്പമില്ല, കണ്ടിരിക്കാം. പടം സൂപ്പറായിരുന്നു, അടിപൊളി. ധ്യാൻ ചേട്ടൻ കലക്ടർ നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൂലം ഓരോ കുടുംബങ്ങൾ തകർച്ചയിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ ദോഷകരമായിട്ട് ഉപയോഗിക്കാം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധകൾ കാര്യങ്ങൾ വേണമെന്ന് മനസ്സിലാക്കാം. പടം കൊള്ളാം, നല്ല ഉഗ്രഹം. ഫാമിലിയായിട്ട് കാണണം. ധ്യാൻ്റെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന പടമാണ്. നല്ലൊരു പടം, ഫാമിലി പടം. അതെന്താ പറയാ, കണ്ണ് നിറഞ്ഞു പോയി. ധ്യാനോട് പറയാനുള്ള നല്ല പടം. ധ്യാൻ ചേട്ടാ വളരെ നന്ദിയുണ്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ധ്യാൻ ചേട്ടൻ ഒരു പടം കണ്ട് കണ്ണ് നിറഞ്ഞിട്ട് ഇവിടുന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. പടം വളരെ നല്ല പടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, വാട്സപ്പ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമമാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. കാരണം സെക്ഷലി സ്ത്രീകളെ വേറെ രീതിയിൽ മോശമാക്കി കാണിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ലെവലിലാണ് ഈ കഥ പോകുന്നത്. വളരെ എന്താ പറയുക, കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കഥയാണ്. ഒരു മെസ്സേജാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ. കൊള്ളാം, ധ്യാൻ്റെ അഭിനയം എല്ലാം കൊള്ളാം. നല്ല പടമാണ്, വളരെ നല്ലൊരു പടം. പക്ഷേ ഇതിനധികം സ്ക്രീനൊന്നും കിട്ടിയില്ല. പടം ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പടമാണിത്. സ്ത്രീകളാണ് ശരിക്കും കൂടുതൽ കാണേണ്ടതും. പിന്നെ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും കാണണം. കാരണം എന്ന് പറഞ്ഞാൽ അവർ കണ്ട് മനസ്സിലാക്കണം, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കണം പടം കണ്ടിട്ട്. കാരണം അത്രയും ഒരു മെസ്സേജുള്ളൊരു പടമാണ്. വളരെ കാലഘട്ടത്തിന് ഈ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പടം, ഒരു കഥയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒരു കഥയാണ്. വളരെ അത്യാവശ്യം നല്ല പടം. എല്ലാവരും വന്ന് കാണണമെന്ന് പറയത്തുള്ളൂ. നല്ല സിനിമ ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്, വളരെ അധികം ഇഷ്ടപ്പെട്ടു. എന്തോ എല്ലാം നല്ല അഭിനയം, എല്ലാവരും ഇഷ്ടമായി, എൻജോയ് ചെയ്ത്. കൊള്ളായിരുന്നു പടം കൊള്ളായിരുന്നു, നന്നായിരിക്കുന്നു. സമൂഹത്തിന് വേണ്ടി നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. കുട്ടികളൊന്നും ഒരിക്കലും വേറെ മാർഗത്തിൽ പോകരുത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നത്. ധ്യാൻ ചേട്ടൻ ഒരു തിരിച്ചുവരവാണ്. ധ്യാൻ്റെ ഉറപ്പായിട്ടും. ശരി, എന്താ പറയണ്ടേ, നിങ്ങൾ കണ്ടില്ലേ, പടം കണ്ടില്ലേ? ഞാൻ നേരത്തെ ഇപ്പോൾ കുറച്ച് പേരോട് പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പോൾ എന്തായാലും ഈ പടം ഇറങ്ങിയത് വളരെ നന്നായി. അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. നമ്മളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ പടം കറക്റ്റ് ടൈമിൽ തന്നെയാണ് റിലീസ് ചെയ്തത്. ഐ റിയലി എൻജോയ് വാച്ചിങ് ഇറ്റ്. എല്ലാവരും കാണും. അതെ, തീർച്ചയായിട്ടും ധ്യാൻ ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഷാജൻ ചേട്ടനായാലും ദിവ്യ ചേച്ചി ആയാലും ഒരുപാട് നല്ല പെർഫോമൻസസ് ഉണ്ട്. ധ്യാൻ ചേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. 2025 അത് പറയാൻ പറ്റും, അതൊക്കെ പ്രേക്ഷകർ ചെയ്യാം, അത്രേ ഉള്ളൂ.